ബലഹീനരെ താങ്ങുവാൻ, ആലംബഹീനർക്ക് ശക്തി പകരാൻ ലോക വെളിച്ചമായി പുൽക്കൂട്ടിൽ പുണ്യമെടുത്ത ദിവ്യ നക്ഷത്രം ഞങ്ങൾ അവതരിപ്പിക്കട്ടെ ബത്ലഹേമിലെ വെളിച്ചം. എന്താ അങ്കിൾ എന്നെ വിളിച്ചോ? എന്തിനാ വിളിച്ചത്? എന്ത് അങ്കിളോ? ആരാണ് നിന്റെ അങ്കിൾ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കാൻ. നിന്നോട് ചെരുപ്പ് പോളിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? പെട്ടെന്ന് പോളിഷ് തരാം. അയ്യോ അങ്കിൾ, അല്ല മുതലാളി, ഞാൻ ആന്റിയുടെ തുണി തേച്ചു കൊണ്ടിരുന്നതാ. ഇപ്പൊ പോളിഷ് ചെയ്തു തരാം. ഹോ, ഈ നാശം കാരണം എന്റെ വിലപ്പെട്ട സമയമെല്ലാം പോകുന്നു. എടാ മനു, ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്നോട് തുണി തേക്കാൻ പറഞ്ഞിട്ട് അത് കീറിയല്ലോടാ നാശം. അയ്യോ ആന്റിനെ തല്ലല്ലേ, അയ്യോ ആന്റിനെ തല്ലല്ലേ, തല്ലല്ലേ. നിർത്താനാ പറഞ്ഞത്. ആ പാവത്തിനെ എന്തിനാ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത്? മോനെ, വന്നിരിക്കുന്നു ഒരു പുണ്യാളൻ. മോൻ കരയണ്ട. മോന് നന്നായി വേദനിച്ചോ? എന്നെ എന്തിനാ മുത്തശ്ശ എപ്പോഴും ഇങ്ങനെ തല്ലുന്നത്? എന്റെ പപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ. മോൻ വിഷമിക്കേണ്ട. മോനെ ആരും തല്ലില്ല. മോനെ മുത്തച്ഛനില്ലേ? മോൻ വാ, എന്തെങ്കിലും കഴിക്കേ. ഞാൻ വരാം, മുത്തശ്ശൻ വെക്കോ. ആ ശരി ശരി. എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്നെ സ്നേഹിക്കുന്നവർ ആരുമില്ല. ആരോ നടന്നു പോകുന്ന ശബ്ദമാണല്ലോ അത്. നീ ഇന്നത്തെ വാക്യം പഠിച്ചോ? ഞാൻ പഠിച്ചു. ഞാനും പഠിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ശരി, വാ പോകാം. ഇവരിതെന്തൊക്കെയായി പറയുന്നത്? എന്താ മോനെ നീ പിറുപിറുക്കുന്നത്? കുട്ടികൾ വാക്യം എന്നൊക്കെ പറയുന്നു. എന്താ മുത്തശ്ശ അത്? നാം ബൈബിളിലെ യേശുദേവന്റെ കഥകളൊക്കെ വായിച്ച് യേശു പഠിപ്പിച്ച വചനം പഠിക്കണം. അതാണ് വാക്യം. ആരായി യേശു? നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ. അപ്പോ എന്നെയും സ്നേഹിക്കുമോ? തീർച്ചയായും മോനെ, യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. ആ, മറ്റന്നാൾ ക്രിസ്മസ് ആണ്. മുത്തശ്ശ, എന്താണ് ഈ ക്രിസ്മസ്? യേശുദേവൻ മനുഷ്യരൂപം കൊണ്ട് ഈ ഭൂമിയിൽ അവതരിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. നസ്രേത്ത് എന്നൊരു ഗ്രാമത്തിൽ മറിയ എന്നൊരു കന്യകയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി. ഭയപ്പെടേണ്ടതില്ല മറിയ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നോക്കു മറിയ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് കൈസരുടെ ആജ്ഞ പുറപ്പെട്ടു. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണങ്ങളിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും മറിയയും ബത്ലഹേമിലേക്ക് യാത്രയായി. യാത്രയിൽ മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വടിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ
പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഇന്ന് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ. അതെ, അത് എനിക്കും തോന്നി. ആകാശം നല്ല തെളിച്ചവുമുണ്ട്. എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളാരും ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാസന്തോഷം ഞാനിതാ അറിയിക്കുന്നു. രക്ഷകനായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം എന്തെന്നാൽ ശീലകൾ ചുറ്റിക്കിടക്കുന്ന ഒരു നവജാത ശിശുവിനെ നിങ്ങൾ കാലിത്തൊഴുത്തിൽ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഇതൊക്കെയായി സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ദൂതൻ പറഞ്ഞത് കേട്ടില്ലേ? രക്ഷകൻ ജനിച്ചുവെന്ന്. നമുക്കും പോയി കാണാം. വേഗം നമുക്ക് ബെത്ലഹേമിൽ പോകാം. ഹെരോദ രാജാവ് യഹൂദ വാഴുന്ന കാലം. താളമേളങ്ങൾ തുടങ്ങട്ടെ. വന്ദനം പ്രഭു. ഹെരോദ രാജാവ് നീണാൽ വാഴട്ടെ. അങ്ങേ മുഖം കാണിക്കാൻ 3 വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നിരിക്കുന്നു. എന്ത് വിദ്വാൻമാർ? കടന്നു വരാൻ പറയൂ. ശരി പ്രഭു. വിദ്വാൻമാർ എന്തിനാ നമ്മെ കാണാൻ അങ്ങ് കിഴക്ക് നിന്ന് വന്നത്? വന്ദനം പ്രഭു. വന്ദനം. എന്തിനാ നിങ്ങൾ നമ്മെ കാണാൻ വന്നത്? പ്രഭു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. എവിടെ പ്രഭു ആ രാജാവ്? എന്ത്? യഹൂദന്മാരുടെ രാജാവ്? നാം അല്ലാതെ മറ്റൊരു രാജാവ്? എവിടെ ജനിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? അങ്ങയുടെ കൊട്ടാരത്തിൽ. ഇവർ എന്തൊക്കെയായി പറയുന്നത്? ആരത്? പ്രഭു,
മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വേഗം കൂട്ടി വരുത്തുക. വേഗം. ഉത്തരവ് പ്രഭു. ഹെരോദ മഹാരാജൻ വീണാൽ വാഴട്ടെ. എന്താ പ്രഭു ഞങ്ങളെ വിളിപ്പിച്ചത്? അല്ലയോ ശാസ്ത്രിമാരെ, ദേ ഈ വിദ്വാൻമാരെ കണ്ടോ? ഇവർ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വന്നവരാ. യഹൂദന്മാരുടെ രാജാവ് ഇവിടെ? അതേ പ്രഭു, നിങ്ങൾക്ക് അരുളപ്പാടുണ്ടായി. ദേ കേട്ടില്ലേ, വീണ്ടും അത് തന്നെ പറയുന്നു. ശാസ്ത്രിമാരെ, ഇനി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുന്നു? ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? അങ്ങനെ ഒരാളുണ്ടോ? വേഗം പറയൂ. പ്രഭു, അങ്ങനെ ഒരാൾ ജനിച്ചിരിക്കുന്നു. എന്ത്? നാം അല്ലാതെ മറ്റൊരു രാജാവ് ജനിച്ചു? അതേ പ്രഭു, രക്ഷകനായ ക്രിസ്തു. എങ്കിൽ പറയൂ, എവിടെയാണ്? ഏത് കൊട്ടാരത്തിലാണ് ജനിച്ചത്? കൊട്ടാരത്തിലല്ല പ്രഭു, യഹൂദിയയിലെ ബെത്ലഹേമിൽ. ബെത്ലഹേമിൽ എവിടെ? ഒരു പശുത്തൊഴുത്തിൽ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വ്യക്തമായി പറയൂ. നിങ്ങൾ എന്ത് അടയാളം നോക്കിയായി ഇവിടെ എത്തിയത്? നക്ഷത്രം നോക്കിയാ ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രഭു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ക്രിസ്തു പിറന്നത് ഇവിടെയല്ല, അങ്ങ് ബെത്ലഹേമിലാണ്. നിങ്ങൾ അവിടെ പോയി കാണാം. പോയി കണ്ട ശേഷം തിരികെ ഇവിടെ വന്ന് എന്നെ അറിയിക്കും. എനിക്കും അവനെ നമസ്കരിക്കാൻ പോണം. ഇപ്പോൾ പൊയ്ക്കൊണ്ട്. ശരി പ്രഭു. പ്രഭു, എന്നാൽ ഞങ്ങൾ നാമല്ലാതെ മറ്റൊരു രാജാവ് അവനെ നാം വാഴാൻ സമ്മതിക്കില്ല. ഇവർ പോയി കണ്ട് മടങ്ങി വരട്ടെ. എനിക്കും ഒന്ന് കാണണം. അപ്പോൾ അറിയാം ഈ ഹെരോദ ആരാണ്. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവമാന വീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവമാന വീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്ന്, ദൂരെ ദൂരെ നിന്ന് മരുഭൂവിൻ വഴികളിലൂടെ ഒരു താരിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. തീർച്ചയായും മോനെ. എന്നെ സഹായിക്കുമോ? സഹായിക്കുമല്ലോ. മോന് എന്താവശ്യമുണ്ടെങ്കിലും യേശുവിനോട് ചോദിച്ചാൽ മതി. നാഥൻ എല്ലാം നടത്തി തരും. ശരി മുത്തശ്ശ, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. മോൻ പ്രാർത്ഥിച്ചു. എന്റെ യേശുവേ, എന്നെ സ്നേഹിക്കാൻ എന്റെ മുത്തശ്ശനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. പപ്പയും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനാണ് ഞാൻ. ഈ ക്രിസ്മസിന് ഒരു സമ്മാനം പോലും എനിക്ക് ലഭിച്ചില്ല. പൈതങ്ങളെ സ്നേഹിക്കുന്ന നാഥ, എന്നെയും അങ്ങ് സ്നേഹിക്കണമേ.
നീ സ്നേഹിക്കുന്ന യേശുവാണ് ഞാൻ. യേശുവോ? അതെ, ഞാൻ തന്നെ. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മുൻപിൽ ഞാൻ വരും. നീ എന്നോട് ഒരു ക്രിസ്മസ് സമ്മാനം ചോദിച്ചില്ലേ? ഇതാ നിനക്കൊരു സമ്മാനം. സമ്മാനമോ? മോനെ, ഞങ്ങളോട് ക്ഷമിക്കും മോനെ. എന്ത് വലിയ പാപികളാണ് നിങ്ങൾ. യേശു നിന്നെ തേടി വന്നില്ലേ? എന്ത് വലിയ ഭാഗ്യമുള്ളവനാണ് നീ. നിന്നെ ഞങ്ങൾ ഇനി ഒരിക്കലും കരയിപ്പിക്കില്ല. നാഥൻ ഈ ഭൂമിയിൽ അവതരിച്ചത് സ്നേഹത്തിന്റെ വെളിച്ചമായാണ്. അസമാധാനത്തിൽ കഴിയുന്ന ജനതയെ സമാധാനത്തിന്റെ പാതയിൽ നയിക്കുവാനാണ്. അനാഥർക്ക് ആശ്വാസവും ബലഹീനർക്ക് ശക്തിയുമായാണ്. പരസ്പരം സ്നേഹിക്കുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഈ ക്രിസ്മസ് അതിനൊരു നിദാനമാകട്ടെ. സ്നേഹത്തിന്റെ നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.